വൈദ്യുതി ചാർജ് വർധനയെക്കുറിച്ച് എങ്ങനെയാണ് ആളുകളുടെ പ്രതികരണം എന്നാണ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. തിരുവനന്തപുരം രാജാജി നഗറിൽ നിന്ന് നമ്മൾ നേരെ പോകുന്നത് കൽപ്പറ്റയിലേക്കാണ്. ദീപക് മോഹൻ അവിടെ തയ്യാറാണ്. ഗുഡ് ഈവനിംഗ് ദീപക് മോഹൻ. ഇപ്പോൾ സാജിറിന്റെ ചപ്പാത്തി കമ്പനിയിൽ എത്തിക്കഴിയുമ്പോൾ എന്താണ് സാജിറൊക്കെ പറയുന്നത്? ദീപക്, ഈ നിരക്ക് കൂടാൻ പോകുന്നതിനെ പറ്റി അവർക്ക് താങ്ങാൻ കഴിയുമോ? വെരി ഗുഡ് മോർണിംഗ് സുജയ പാർവതി. നമ്മളിപ്പോൾ ഉള്ളത് ഈ സാജിറിന്റെ കെൻസ എന്ന് പറയുന്ന ചപ്പാത്തി കടയിലാണ്. ഈ ചപ്പാത്തി കമ്പനിയിൽ ചപ്പാത്തിക്കൊക്കെ 5 രൂപയാണ് വില. ഈ ചപ്പാത്തി സാധാരണ അടുപ്പിലാണ് പാകം ചെയ്യുക. പക്ഷേ ഇവിടെ കറണ്ട്, അതായത് ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചാണ് സാജിർക്ക ചപ്പാത്തി ഉണ്ടാക്കുന്നത് അല്ലേ? എങ്ങനെയാണ് ഇവിടെ ചപ്പാത്തി കറണ്ടിൻ്റെ സഹായത്തോടെ? ഇവിടെ നമ്മളെല്ലാം മിഷനറി കറണ്ടിൻ്റെ സഹായത്തോടെ ചെയ്യുന്നത്. നമുക്കിപ്പം കറണ്ട് ഇല്ലാത്ത പരിപാടി നടക്കില്ലല്ലോ, കറണ്ടിലാണ്. സുജി, ആ ദൃശ്യങ്ങളിലേക്ക് പോകാം. അതായത് ഈ 10ലധികം തൊഴിലാളികൾക്ക് സാജിർക്ക പ്രത്യക്ഷത്തിലും പരോക്ഷത്തിലും തൊഴിൽ നൽകുന്നുണ്ട്. ഈ ചപ്പാത്തി ഉണ്ടാക്കുന്ന മെഷീനറീസാണ് ഇതൊക്കെ. അതായത് ഈ ഭാഗത്ത് കാണാം, ഇത് മാവ് കുഴച്ച്, അതുപോലെ തന്നെ മാവ് കുഴയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന യന്ത്രം, അതോടൊപ്പം പരത്താൻ വേണ്ടിയിട്ട്, അത് സ്റ്റീം ചെയ്യാൻ, അതിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്നത്, ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് കറണ്ടാണ്. പക്ഷേ ഈ കറണ്ട് ഇപ്പോൾ വൈദ്യുതി നിരക്ക് കൂടുകയാണെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആദ്യം ഇരുട്ടടി കിട്ടുന്നത് നിങ്ങൾക്കൊക്കെയാണ്. ഞങ്ങളെപ്പോലുള്ള ചെറുകിട യൂണിറ്റിനാണ് പ്രശ്നങ്ങൾ വരിക. അതായത് ഓരോ മാസവും എത്ര രൂപയാണ് നിങ്ങൾക്ക് സാധാരണ കറണ്ട്? നമുക്കിപ്പോൾ ഒരു 8 രൂപ മുതൽ 10 രൂപ വരെ കറണ്ട് ബില്ല് വരാറുണ്ട്. അത് ഇപ്പം ഇനി കറണ്ട് ബില്ല് കൂട്ടുകയാണെങ്കിൽ ഇനിയും കൂടും. ഞങ്ങൾ മാസത്തിലാണ് കറണ്ട് വരിക, ചെറുകിട യൂണിറ്റ് അല്ലേ, അപ്പം മാസത്തിൽ കറണ്ട് ബില്ല് വരും. അപ്പം ഇനി കൂടുമ്പം നമ്മളൊക്കെ നന്നായിട്ട് ബാധിക്കും. എല്ലാവരും തൊഴിൽ മേഖലയല്ലേ, നമ്മളിപ്പോൾ ചെറിയൊരു ലാഭം എടുത്ത് ചെയ്യുന്ന കച്ചവടങ്ങളല്ലല്ലോ. അപ്പോൾ ശരിക്കും നമ്മളെല്ലാവരും ബാധിക്കും. പിന്നെ അയൽ സംസ്ഥാനങ്ങളൊക്കെ ചെയ്യുന്നതിന് നമുക്ക് അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ലല്ലോ. പിന്നെ നമുക്ക് സബ്സിഡി ഉണ്ട് കറണ്ടിൻ്റെ, SSI യൂണിറ്റ് ആയതുകൊണ്ട് സബ്സിഡി വരുന്നുണ്ട് കറണ്ടിന്. സുജിയ, 10 പേർക്ക് പ്രത്യക്ഷത്തിലും 4ലധികം ആളുകൾക്ക് പരോക്ഷത്തിലും സാജിർക്ക തൊഴിൽ നൽകുന്നുണ്ട്. മാസം 9,000 മുതൽ 10,000 രൂപയ്ക്കിടയിലാണ് കറണ്ട് ബില്ല് സാധാരണയായി സാജിർക്ക അടയ്ക്കുന്നത്. ഇത്തവണ ചെറുകിട യൂണിറ്റിലെ സാഹചര്യമാണ് ഇപ്പോൾ ദീപക് മോഹൻ പങ്കുവച്ചത്. കൽപ്പറ്റയിൽ നിന്നുള്ള കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ബാലചന്ദ്രൻ നായർ എന്ന പ്രേക്ഷകൻ പറയുന്നു, TV പ്രസാദിനോട് KSEBയിലെ ശമ്പളത്തെക്കുറിച്ച് ഒരു ഫീച്ചർ ചെയ്യാൻ പറയൂ. ഹാഷിം പറയുന്നു, KSEBയിൽ ഗവൺമെന്റ് ശമ്പളം നടപ്പിലാക്കണം, അധിക ശമ്പളം വെട്ടിക്കുറയ്ക്കണം. മലബാർ കിച്ചൻ എന്ന ഐഡിയിൽ നിന്ന് പറയുന്നു, നിങ്ങൾ ഇനി എന്ത് വാർത്ത കൊടുത്താലും കൂട്ടേണ്ടത് അവർ കൂട്ടും, സാധാരണക്കാരുടെ അവസ്ഥ വളരെ മോശമാണ്. ജോയ് പറയുന്നു, ജോയ് കൃത്യമായി 900 സ്ക്വയർ ഫീറ്റിൽ വാടകയ്ക്ക് താമസിക്കുന്ന എൻ്റെ കറണ്ട് ചാർജ് 400-ൽ താഴെ, അനാവശ്യമായി വൈദ്യുതി ഉപയോഗിക്കാറില്ല എന്നത് പറയുന്നു. അപ്പോൾ എല്ലാവരും പല മാർഗങ്ങൾ തേടുന്നുണ്ട് ഈ കൂടുന്ന നിരക്കിനനുസരിച്ച് ജീവിച്ചു പോകാൻ.